ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമല്ലേ എല്ലാവർക്കും? സിസ്റ്ററിനെ ഇതിനു മുന്നേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആരും കണ്ടിട്ടില്ല അല്ലേ? കഴിഞ്ഞ ആഴ്ചയൊക്കെ നിങ്ങളെ പഠിപ്പിച്ച സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ നല്ല കുട്ടികളാണ്, എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ. എന്തൊക്കെയാ സിസ്റ്റർ പഠിപ്പിച്ചത്? കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചു. പിന്നെ ഈ ലോകം എത്ര സുന്ദരമാണെന്ന് പഠിപ്പിച്ചു. പിന്നെ എന്താ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചത്? ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് പഠിച്ചു. മൂന്നാമത്തെ പാഠത്തിൽ എന്താ പഠിച്ചേ? അൽനമോള് പറഞ്ഞേ. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പഠിച്ചല്ലേ? എങ്കിൽ പുതിയതായിട്ട് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാവോ? ആദ്യമേ പ്രാർത്ഥിക്കണം അല്ലേ നമുക്ക്? പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ. നല്ല മിടുക്കരാകട്ടോ. അപ്പം നമുക്ക് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. കണ്ണടച്ചു പിടിക്കേണ്ട. കണ്ണടച്ചു പിടിക്കുന്നതിന് വരെ എന്ത് ചെയ്യാം? നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോ ഇപ്പം ഈ സ്ക്രീനിലേക്ക് വരൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി ഈശോയെ തന്നെ നോക്കി നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അങ്ങേക്ക് എന്നും നന്ദിയുള്ള കുഞ്ഞു മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എങ്കിൽ നമുക്കൊരു സ്തുതി പറഞ്ഞാലോ? എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ സ്തുതി പറയണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഒച്ചത്തിലൊരു ആമേൻ പറഞ്ഞേ. ഒച്ചത്തിൽ പറ, സിസ്റ്ററിനെ കേൾക്കത്തില്ലല്ലോ. ഒച്ചത്തിൽ പറഞ്ഞേ ഒരു ആമേൻ. ആമേൻ. ഓക്കെ, ഇരുന്നോട്ടോ എല്ലാവരും. നല്ല കുട്ടികളാണേ. എങ്കിൽ നമുക്കിനി പഠിക്കാൻ തുടങ്ങാം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. ആർക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. റിച്ചൂട്ടും പറഞ്ഞു ഒന്ന് ഒച്ചത്തിലെ. ദൈവം ആർക്കു വേണ്ടി എല്ലാം സൃഷ്ടിച്ചത്? ദൈവമെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചല്ലേ? പിന്നെ സ്ക്രീനിൽ കാണുന്ന ഇതെന്താ ഇപ്പം നിങ്ങൾ കാണുന്നേ? എന്താ പറഞ്ഞേ? തോമസ് ഊട്ടൻ പറഞ്ഞേ. ആകാശമല്ലേ? ഈ ആകാശം സൃഷ്ടിച്ചത് ആരാ? ദൈവമാണല്ലേ? ദൈവമാണെന്ന് നാളെ ടീച്ചർ പഠിപ്പിച്ചില്ലേ നിങ്ങളെ? ടീച്ചർ പഠിപ്പിച്ചെന്നോ? മിടുക്കരാട്ടോ. അപ്പോൾ ഈ ആകാശം ആര് സൃഷ്ടിച്ചത്? ദൈവം. അത് ആർക്കു വേണ്ടി സൃഷ്ടിച്ചേ? അൽനമോള് പറഞ്ഞേ. നമുക്ക് വേണ്ടിയിട്ടല്ലേ? പിന്നെ ഇനി ഇതെന്താ ഈ കാണുന്നേ? പക്ഷികളല്ലേ? അപ്പോൾ ഈ പക്ഷികളെയൊക്കെ ആരാ സൃഷ്ടിച്ചത്? ദൈവം അല്ലേ? ദൈവം ആർക്കു വേണ്ടി സൃഷ്ടിച്ചേ? സൂസുക്കുട്ടൻ പറഞ്ഞേ. നമുക്ക് വേണ്ടിയിട്ടല്ലേ? ജോസൂട്ടൻ എന്താ പറയുന്നേ? പക്ഷികൾ വീട്ടിലുണ്ടെന്നോ? കൊള്ളാലോ. അപ്പോൾ ഈ പക്ഷികളെയൊക്കെ ദൈവം ആർക്കു വേണ്ടി സൃഷ്ടിച്ചു? നമുക്ക് വേണ്ടിയിട്ടല്ലേ? ഇനി നിങ്ങൾ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ? കുറച്ച് മൃഗങ്ങളുടെ പേര് പറഞ്ഞേ. ടീച്ചറിന് കേൾക്കത്തില്ല, ഒച്ചത്തിൽ പറഞ്ഞേ. ആട്, പിന്നെ പശു, പട്ടി. റോസുമോൾ എന്താ പറയുന്നേ? പൂച്ച. നിങ്ങൾക്ക് കുറേ മൃഗങ്ങളുടെ പേരറിയാമല്ലേ? അപ്പോൾ ഇതൊക്കെ ദൈവം ആർക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടിയാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. പിന്നെ മീനിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മീൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ അക്വേറിയം ഉണ്ടോ? വീട്ടിൽ മീനിനെ വളർത്തുന്നുണ്ടോ? തോമസ് ഊട്ടൻ പറയുക, തോമസ് ഊട്ടൻ്റെ വീട്ടിൽ കുറേ മീനുകളെ വളർത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഈ മീനുകളെയൊക്കെ നമുക്ക് സൃഷ്ടിച്ചത് ആരാ? നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത് ആരാ? അലീനമോള് പറഞ്ഞേ. നമുക്ക് വേണ്ടി ഇതിനെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ച ഈ ദൈവത്തെ നമുക്കൊന്ന് പാടി സ്തുതിച്ചാലോ?
സിസ്റ്റർ പാടിത്തരാം, നിങ്ങൾ പാടണം കേട്ടോ. സ്നേഹിക്കുന്നൊരു ദൈവത്തെ കണ്ടിടും ഞാൻ സൃഷ്ടികളിൽ. ഒച്ചത്തി പാടിക്കേ, പാടാൻ കിട്ടിയോ? സ്നേഹിക്കുന്നൊരു ദൈവത്തെ കണ്ടിടും ഞാൻ സൃഷ്ടികളിൽ. ഒന്ന് ആക്ഷൻ കാണിച്ചു പാടിയാലോ നമുക്ക്? ടീച്ചർ കാണിക്കുന്ന പോലെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് പാടണം കേട്ടോ. സ്നേഹിക്കുന്നൊരു ദൈവത്തെ കണ്ടിടും ഞാൻ സൃഷ്ടികളിൽ, നന്മകൾ നൽകിയ ദൈവത്തെ എന്നെന്നും ഞാൻ വാഴ്ത്തിയിടും. പഠിച്ചോ? മമ്മിയോട് ഈ പാട്ട് പഠിപ്പിച്ചു തരാൻ പറയണം കേട്ടോ. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? നമുക്ക് നമ്മുടെ പപ്പയെ കാണാം, മമ്മിയെ കാണാം, കുഞ്ഞാവയെ കാണാം, ചേട്ടായിമാരെ കാണാം, ചേച്ചിമാരെ കാണാം, മുറ്റത്തുള്ള മരങ്ങളൊക്കെ കാണാം, പൂക്കളൊക്കെ കാണാം. നമുക്കിതെല്ലാം കാണാനായിട്ട് കണ്ണിനൊക്കെ കാഴ്ച തന്നതാരാ? ആരാ? ആ, ദൈവമാണല്ലേ. പിന്നെ നമുക്ക് കേൾക്കാൻ, നമുക്ക് എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കാം. പപ്പയും മമ്മിയും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷികൾ കരയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ? ഈ കേൾവിയൊക്കെ നമുക്ക് തന്നതാരാ? സിസ്റ്ററിന് കേൾക്കത്തില്ലല്ലോ, ഒച്ചത്തി പറഞ്ഞേ. തോമസ് ഊട്ടൻ ഒച്ചത്തി പറഞ്ഞേ, ഇതാരാ നമുക്ക് തന്നേന്ന്? ആ, തോമസ് ഊട്ടൻ പറയുക ദൈവമാണെന്ന്. അപ്പോൾ നമുക്ക് കേൾക്കാനുള്ള ആ ശക്തി തന്നതാരാണ്? കേൾവി തന്നതാരാണ്? ദൈവമാണല്ലേ. നമുക്ക് ഭക്ഷിക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് തന്നതാരാ? എല്ലാം നമുക്ക് തന്നത് ദൈവമാണല്ലേ. ഈ ദൈവം ഇതെല്ലാം നമുക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഒച്ചത്തി പറഞ്ഞേ, ഈ ദൈവം എല്ലാം നമുക്ക് തന്നത് എന്തിനു വേണ്ടിയാണ്? ഒച്ചത്തി പറ. ദൈവത്തെ സ്നേഹിക്കാൻ. ഒന്ന് കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തന്നത്? ഒരു കൈ ഉയർത്തി, വലത്തെ കൈ എല്ലാവരും ഉയർത്തിയിട്ട് എന്തിനാ നമുക്കിത് ദൈവം തന്നതെന്ന് ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. സിസ്റ്ററിന് ഇവിടെ കേൾക്കണം കേട്ടോ, ഒച്ചത്തിൽ പറഞ്ഞേ. ആ, എല്ലാവരും കൂടി ഒച്ചത്തിൽ പറ, ദൈവത്തെ സ്നേഹിക്കാൻ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം ദൈവം ഇങ്ങനെ തന്നപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണ്ടേ? നമ്മൾക്ക് എല്ലാം ദൈവം ദാനമായിട്ട് നൽകുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഇതെല്ലാം ദാനമായി നൽകിയപ്പോൾ നമുക്കൊന്നും കൂടെ നമുക്ക് ആ ആദ്യം സിസ്റ്റർ പഠിപ്പിച്ച പാട്ടൊന്നുകൂടി പാടി നോക്കിയാലോ? മറന്നുപോയോ? എങ്കിൽ കൈയടിച്ചു പാടണം കേട്ടോ. സ്നേഹിക്കുന്നൊരു ദൈവത്തെ കണ്ടിടും ഞാൻ സൃഷ്ടികളിൽ, നന്മകൾ എന്നിൽ നൽകിയൊരാ ദൈവത്തെ ഞാൻ വാഴ്ത്തിയിടും. ഒറ്റ പ്രാവശ്യം കൂടി നമുക്ക് പാടാം. മിടുക്കരാണല്ലോ, എല്ലാവരും പഠിച്ചല്ലോ. കൈകൊട്ടി പാടണേ. സ്നേഹിക്കുന്നൊരു ദൈവത്തെ കണ്ടിടും ഞാൻ സൃഷ്ടികളിൽ, നന്മകൾ എന്നിൽ നൽകിയൊരാ ദൈവത്തെ ഞാൻ വാഴ്ത്തിയിടും. നിങ്ങളുടെ അടുത്ത് പപ്പ ഇരിപ്പില്ലേ? ഇനി പപ്പയോടൊന്ന് പറഞ്ഞേ ദൈവം സൃഷ്ടിച്ചത് എന്തൊക്കെയാണെന്ന്. ഒരു 4 വസ്തുക്കളുടെ പേര് പറയണേ ദൈവം സൃഷ്ടിച്ചത്. ടീച്ചറിന് ഇവിടെ കേൾക്കുകയും ചെയ്യണം, സിസ്റ്ററിന് കേൾക്കണം പപ്പയോട് പറയുന്നത്. ആകാശം, പിന്നെ പഴങ്ങൾ, അടുത്തത് പക്ഷികൾ, ഇനി 4-മത്തെ മത്സ്യങ്ങൾ. അപ്പോൾ ഇതുപോലെ കുറേ വസ്തുക്കൾ ഈ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടല്ലേ. എങ്കിൽ നമുക്ക് ഒരു പാട്ടും കൂടി പഠിച്ചാലോ? സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം പ്രപഞ്ചനാഥൻ തൻ നന്മയെന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. ഒന്നുകൂടി പാടിത്തരട്ടെ, ഓരോ ലൈൻ പാടിത്തരാം, നിങ്ങൾ പാടണേ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം. പാടിക്കേ. സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം പ്രപഞ്ചനാഥൻ തൻ നന്മയെന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. ഓ ലാ 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 ലാ, ഓ ലാ 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 ലാ.
ഈശോയുടെ കുഞ്ഞുമക്കളെ, നമുക്ക് ഒരിക്കൽ കൂടി കൈയടിച്ചൊന്ന് പാടിയാലോ ഈ പാട്ട്? സ്തുതിച്ചു പാടിയിടാം, നമിച്ചു വാഴ്ത്തിയിടാം പ്രപഞ്ചനാഥൻ തൻ നന്മയെന്നുമെന്നുമേ. എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തൻ നന്മകൾ. ഓ ലാലാ, ഓ ലാലാ, ഓ ലാലാ, എൻ ദൈവം അത്യുന്നതൻ. ഇനി നമുക്കൊരു കുഞ്ഞു വർക്ക് ചെയ്താലോ? ടീച്ചർ ഒരു ഹോംവർക്ക് തരാം. നിങ്ങളതെല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറില്ലേ, ആ ടീച്ചറിന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കണം. ആ ടീച്ചർ സിസ്റ്ററിന് അയച്ചു തരും കേട്ടോ. അപ്പോൾ സിസ്റ്റർ അതിന് മാർക്ക് ഇട്ടിട്ട് നിങ്ങളുടെ ടീച്ചറിനോട് പറയും, നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യേണ്ട വർക്ക് എന്താണെന്നോ? ദൈവം സൃഷ്ടിച്ച് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? നിങ്ങൾ കുറേ വസ്തുക്കളുടെ പേര് പറഞ്ഞില്ലേ, ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചതെന്ന്. പപ്പയോടും മമ്മിയോടൊക്കെ ചോദിച്ച് ദൈവം സൃഷ്ടിച്ച ഓരോ വസ്തുക്കളുടെയും പടം വെട്ടിയെടുത്തിട്ട് ഒരു ബുക്കിൽ നന്നായിട്ട് ഒട്ടിച്ച് നിങ്ങളുടെ ടീച്ചറിന് അത് അയച്ചു കൊടുക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നതിന് മുൻപേ എന്ത് ചെയ്യാനാ പഠിപ്പിച്ചേ? ആഹാ, ചോദിച്ചോടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ. നമുക്ക് കുരിശു വരച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ? എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ചു പിടിച്ചേ. കുരിശു വരയ്ക്കുമ്പോൾ കൈകൾ എവിടെ വെക്കണമെന്നാ ടീച്ചർ പഠിപ്പിച്ചേ? മിടുക്കരാ കേട്ടോ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു സ്തുതി പറഞ്ഞേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.